13-ാം നാൾ ദേവഗുരു ബൃഹസ്പതിയുടെ അവതാര പുരുഷോത്തമനാകുന്ന സാക്ഷാൽ ദ്രോണാചാര്യർ കൗരവപ്പടയുടെ പടനായകനായി നിൽക്കെ യുധിഷ്ഠിരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മഹാവ്യൂഹം, അതെ ചക്രവ്യൂഹം ചമയ്ക്കുന്നു. പത്മമാകുന്ന പിന്നീട് ശത്രു അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച മാത്രയിൽ തന്നെ ചക്രമാകുന്ന ആ രൂപത്തിൻ്റെ നിർമ്മാണത്തിന് പല നാട്ടിൽ നിന്നും സെമന്ത പഞ്ചകക്കരയിൽ ആഗതരായ രാജാക്കന്മാരെ അദ്ദേഹം അണിനിരത്തി. അതിൻ്റെ ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങളിൽ കുരുകുമാരന്മാരാകുന്ന ദുര്യോധന സോദരന്മാരെയും അണിനിരത്തി. ആ മഹാപടയിൽ നിന്നും ശക്തരായ 10,000 ധനുർധരന്മാർ മുൻപോട്ട് വന്നു. ആ ധനുർധര പടയെ നയിച്ചതാവട്ടെ ദുര്യോധനപുത്രനാകുന്ന ലക്ഷ്മണനും. ആ പടയുടെ മധ്യഭാഗത്തായി രാജാവാകുന്ന ദുര്യോധനൻ നിലകൊണ്ടു. കർണ, ദുശാസന, കൃപ മഹാരഥന്മാരോടുകൂടി ദേവ രാജോപമാനാകുന്ന രാജാവ് ശ്രീമാനായി വെൺകൊറ്റക്കൊടിക്ക് കീഴിൽ വെൺചാമരങ്ങൾ വീശിക്കൊണ്ട് ഉദയാർക്ക പ്രതാപവാനായി നിന്നു. പടത്തലയ്ക്കൽ പടനായകനായ ദ്രോണാചാര്യർ നിന്നു. അപ്രകാരം മേരുപർവ്വതം പോലെ സിന്ധുരാജനും നിലകൊണ്ടു. ജയദ്രഥ മഹാരാജന്റെ മുൻപിലായി ദ്രോണപുത്രൻ അശ്വത്ഥാമാവ് നിലകൊണ്ടപ്പോൾ കുരുരാജാക്കന്മാരാകുന്ന 30 പേർ വാനോർക്ക് തുല്യരായി വീരന്മാരായി അവരും വഞ്ചകനാകുന്ന ആ ഗാന്ധാരരാജനും ശല്യനും ഭൂരിസ്രവസും സിന്ധുരാജന്റെ പാർശ്വത്തിലായി ഏറ്റവും പ്രകാശിച്ചു. അങ്ങനെ ആ മഹാരഥികൾ യുദ്ധം ആരംഭിച്ചു. പാണ്ഡവ കൗരവപട പരസ്പരം രക്തദാഹത്തോടെ പോരാടി. ആ വലിയ പടയോട് ഭീമസേനൻ തുടങ്ങുന്ന പാർത്ഥന്മാർ, അതായത് പൃഥയുടെ പുത്രന്മാർ ഏറ്റു. ചേകീതാനൻ, സാത്വകി, ദൃഷ്ടദ്യുമ്നൻ, വിക്രാന്തനായ കുന്തിഭോജൻ, രതിയായ ദ്രുപദരാജാവ്, ക്ഷത്രധർമാവാകുന്ന അർജുനപുത്രൻ കാർഷി, ബൃഹൽക്ഷത്രൻ ചേതിരാജാവ് ദൃഷ്ടകേതു, മാദ്രേയന്മാർ ഘടോൽക്കജൻ, പവിക്രാന്തനായ സുധാമന്യു, പിന്മടങ്ങാത്ത ശിഖണ്ഡി, ദുർദർശനായ ഉത്തമരജസ്, രതിശ്രേഷ്ഠനായ വിരാടൻ, ക്രുദ്ധന്മാരായ പാഞ്ചാലിപുത്രന്മാർ, വീര്യന്മാരായ ശിശുപാലപുത്രന്മാർ, വീര്യമേറിയ കേകയന്മാർ, അസംഖ്യം സൃഞ്ജയന്മാർ എന്നിവരും മറ്റ് സമരോത്തമന്മാരും വാശിയോടെ ഭാരദ്വാജനുമായി പടവെട്ടി. അങ്ങനെ തുടങ്ങി. എന്നാൽ ആ മഹാഗുരുവിൻ്റെ ആ സൈന്യത്തെ തൻ്റെ വിദ്യാബലത്താൽ എതിർത്ത് നിന്നു. ദുർഭേദ്യമായ ശൈലത്തോടേറ്റ ജലപ്രവാഹം പോലെ കരയെ കവിഞ്ഞ് കടക്കുവാൻ കഴിയാതെ അങ്ങനെ വെമ്പി നിൽക്കുന്ന ആഴി പോലെ ആയിക്കഴിഞ്ഞുപോയി. ഭാരദ്വാജന്റെ വില്ലിൽ നിന്നും പുറപ്പെട്ട അമ്പേറ്റവർ ആർത്തരായി. ദ്രോണരെ നേരിടുവാനായി പാണ്ഡവന്മാർ അതിശക്തരായി തീർന്നു. ദ്രോണരെ ഏൽക്കുവാനായി പാണ്ഡവരാജനാകുന്ന യുധിഷ്ഠിരൻ മുൻപോട്ട് ഗമിച്ചു. എന്നാൽ കേവലമൊരു രതിയാകുന്ന യുധിഷ്ഠിരൻ അദ്ദേഹത്തോട് ഏൽക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ആ മഹാചുമതല അർജുനപുത്രനാകുന്ന കാർഷ്ണിയെ ഏൽപ്പിച്ചു. ഓജസ്സിയായ ശത്രുജിത്തായ അഭിമന്യുവിനോട് യുധിഷ്ഠിരൻ ഇപ്രകാരം അരുളി: ജിഷ്ണു ഇവിടെ എത്തിയാൽ നമ്മെ നിന്ദിക്കാത്ത വിധം ഉണ്ണി നീ ചെയ്യുക. ചക്രവ്യൂഹം പിളർക്കുവാൻ ഞങ്ങൾക്ക് അറിവുള്ളതല്ല. എൻ്റെ പുത്ര, നിനക്ക് ജ്ഞാതമായ കാര്യമാകുന്നുവല്ലോ അത്. അതിനാൽ തന്നെ നിന്റെ മാതാവിൻ്റെ ഗർഭത്തിൽ വെച്ച് തന്നെ നിനക്ക് സകല വ്യൂഹശാസ്ത്രങ്ങളും അറിയുന്നവൻ ആകുന്നു പുത്ര നീ. അതിനാൽ തന്നെ കൃഷ്ണനോ അർജുനനോ നീയോ രുക്മിണി പുത്രന്മാർക്കോ മാത്രമോ ഈ ചക്രവ്യൂഹം പിളർക്കുവാൻ കഴിവുള്ളതുള്ളൂ. അഭിമന്യു പിതൃക്കൾക്കും മാതുലന്മാർക്കും മറ്റും സേനാനായകർക്കും ഉണ്ണി നീ വരം നൽകുക. നീ വേഗം അസ്ത്രമെടുത്ത് ദ്രോണന്റെ പടയിലേക്ക് കയറുക. ജ്യേഷ്ഠപിതാവിൻ്റെ വാക്കുകൾ ശ്രവിച്ച അർജുനപുത്രൻ അഭിമന്യു ജ്യേഷ്ഠപിതാക്കന്മാരുടെയും ഇളയ പിതാക്കന്മാരുടെയും ശ്രേയസിനും കീർത്തിക്കും വേണ്ടി നാം പരിശ്രമിക്കുന്നതാകുന്നു യുധിഷ്ഠിര പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അഭിമന്യു തൻ്റെ മരണത്തിലേക്ക് കുതിച്ചു.